ഹായ് നമസ്കാരം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 4 ദിക്കുകളും 4 കോർണറുകളെയും കുറിച്ച് പറഞ്ഞു. ഈ ദിക്കുകൾക്കൊക്കെ ഓരോ ദേവതകൾ അധിപതിയായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് എന്ന് പറയാം. കിഴക്ക് ഇന്ദ്രൻ, പടിഞ്ഞാറ് വരുണൻ, വടക്ക് കുബേരൻ, തെക്ക് യമൻ. പിന്നെ കോർണറുകൾ നോക്കുകയാണെങ്കിൽ വടക്ക് കിഴക്ക് ഈശാനൻ, തെക്ക് കിഴക്ക് അഗ്നിദേവൻ, തെക്ക് പടിഞ്ഞാറ് നിരുതി ദേവൻ, വടക്ക് പടിഞ്ഞാറ് വായുദേവൻ. അങ്ങനെയാണ് അധിപതികളായിട്ട് വരുന്നത്. അപ്പം നമ്മൾ വീട് വെക്കാൻ ഒരു ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ നീരൊഴുക്കുള്ള ഭൂമി, അതായത് ആ ഭാഗത്തേക്ക് ചെറിയ ചെരിവുള്ള ഭൂമി കൂടുതൽ അനുയോജ്യമാണെന്ന് പറയും. അതിൽ തീരെ അനുയോജ്യമല്ലാത്തതിൽ പറയുന്നത് നമ്മൾ തെക്ക് കിഴക്ക് താഴ്ന്നിരുന്നു കഴിഞ്ഞാൽ അഗ്നിഭയം ഉണ്ടാവും. തെക്കോട്ട് താഴ്ന്നിരിക്കുന്ന ഭൂമി അപമൃത്യു ഉണ്ടാക്കും. തെക്ക് പടിഞ്ഞാറ് താഴ്ന്നിരിക്കുന്ന ഭൂമി ദുഃഖം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ പറയും. പിന്നെ നമ്മൾ വീടിന് തീരെ അനുയോജ്യമല്ലാത്ത ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ നദീ തീരത്തുള്ളത്, സമുദ്ര തീരത്തുള്ളത്, പിന്നെ പർവ്വതദ്വയ മധ്യത്തിലുള്ളത്, പിന്നെ മഹാക്ഷേത്രങ്ങളുടെ വളരെ ചേർന്ന് കിടക്കുന്നത്. ക്ഷേത്രങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഭൂമി അമ്പലവാസികൾക്ക് പറ്റും എന്ന് പറയും. പക്ഷെ അത് വെറുതെ ജാതി കൊണ്ട് അമ്പലവാസികൾ അങ്ങനെയല്ല, അമ്പലവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് വിരോധമില്ല എന്ന് പറയാറുണ്ട്. പിന്നെ അതുകൂടാതെ ശ്മശാനത്തിന്റെ അടുത്ത് അതിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമി നന്നല്ല എന്ന് പറയും. അതെന്തുകൊണ്ടാ വെച്ചാല് ഇതിനൊക്കെ പലതിനും ശാസ്ത്രീയമായ അടിത്തറയുണ്ട്. അതായത് നമ്മൾ പ്രകൃതിക്ഷോഭം പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, നമുക്കത് അപകടമാണ് എന്നുള്ളത്. നദിയിലെ വെള്ളം കയറാം, അല്ലെ സുനാമി പോലുള്ളത് സമുദ്രതീരത്ത് സംഭവിക്കാം, പിന്നെ ഉരുൾപൊട്ടൽ പോലുള്ളത് ഉണ്ടാവാം. പിന്നെ കാട്, അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വന്യജീവികളുടെ ആക്രമണം ഉണ്ടാവാം. അതുകൊണ്ട് അത്തരം ഭൂമികൾ ഒഴിവാക്കണം എന്ന് പറയും. പിന്നെ ഈ ശ്മശാനമോ അതിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമി ഒഴിവാക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ അതിൽ ഫോസ്ഫറസിന്റെ അംശം കൂടുതലുണ്ടാവും. അപ്പൊ അത് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇത്തരം ഭൂമികൾ ഈ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ചില ഭൂമികളൊക്കെ അനുയോജ്യമല്ല എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിനോടനുബന്ധമായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്. പാലക്കാടിലെ നെല്ലിയാമ്പതിയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, ഇത്ര ഭംഗിയുള്ള ഒരു പ്രകൃതിയിൽ യാതൊരു കോട്ടവും വരാത്ത രീതിയിൽ വേണം നമ്മുടെ ഓരോ നിർമ്മിതിയും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കൂ, എന്തൊരു ഭംഗിയുള്ള പ്രകൃതിയാണ്.